ഗൂഗിൾ ഷീറ്റ്സിലെ മാക്സ് ഫംഗ്ഷൻ്റെയും മിൻ ഫംഗ്ഷൻ്റെയും ഉപയോഗത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒരു കൂട്ടം സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ അഥവാ ലാർജസ്റ്റ് നമ്പർ കണ്ടെത്താനായിട്ട് ഗൂഗിൾ ഷീറ്റ്സിലെ മാക്സ് ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. കേരളത്തിലെ 14 ജില്ലകളിലെ ജനസംഖ്യയാണ് ഈ ടേബിളിലെ രണ്ടാമത്തെ കോളത്തിലുള്ളത്. ഇനി ഈ സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ അഥവാ ലാർജസ്റ്റ് നമ്പർ ഈ സെല്ലിലേക്ക് കിട്ടാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ മാക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. നോക്കുക, മാക്സ് ഫംഗ്ഷൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. മാക്സിമം വാല്യൂ ഇൻ എ ന്യൂമറിക് ഡാറ്റ സെറ്റ്. മാക്സ് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി സംഖ്യകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. നോക്കുക, 41,12,920 ഈ സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ. അതായത് മലപ്പുറമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളുള്ള ജില്ല. ഇതേ രീതിയിൽ ഈ സംഖ്യകളിലെ ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താനായിട്ട്, അതായത് സ്മോളസ്റ്റ് നമ്പർ കണ്ടെത്താനായിട്ട് ഗൂഗിൾ ഷീറ്റ്സിലെ മിൻ ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഈക്വൽ മിൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സംഖ്യകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. 8,17,420 ഈ സംഖ്യകളിലെ ഏറ്റവും ചെറിയ സംഖ്യ. അതായത് വയനാടാണ് കേരളത്തിലെ ഏറ്റവും കുറവ് ആളുകളുള്ള ജില്ല. സംഖ്യകൾ പോലെ തന്നെ തീയതികളിലെ ഏറ്റവും ചെറുതും വലുതുമായിട്ടുള്ള തീയതികൾ കണ്ടെത്താനായിട്ടും ഈ ഫംഗ്ഷനുകൾ ഉപയോഗിക്കാൻ സാധിക്കും. കുറച്ച് ആളുകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ തീയതികളിലെ ഏറ്റവും ചെറിയ തീയതി, അതായത് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് കണ്ടെത്താനായിട്ട് ഈക്വൽ മിൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. തീയതികൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. 1937 ഡിസംബർ 28 ഈ തീയതികളിലെ ഏറ്റവും ചെറിയ തീയതി. ഇനി ഈ തീയതികളിലെ ഏറ്റവും വലിയ തീയതി, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് കണ്ടെത്താനായിട്ട് ഈക്വൽ മാക്സ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. തീയതികൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. 1995 ജൂലൈ 5 ഈ തീയതികളിലെ ഏറ്റവും വലിയ തീയതി അഥവാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്. മറ്റൊരു സ്പ്രെഡ്ഷീറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. വിഷ് യു എ ഗ്രേറ്റ് ഡേ.